ഒന്നര ദശാബ്ദത്തിന് മുൻപ് സ്കോട്ട്ലാൻഡിൽ നടന്ന ചരിത്രകാരന്മാരുടെ സമ്മേളനത്തിന് ഒരു പഞ്ചാബിലെ പ്രൊഫസറും വെസ്റ്റേൺ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർമാരും ഒരുമിച്ച് ചേർന്ന് 3,97,556 അക്ഷരങ്ങളുള്ള ഋഗ്വേദത്തിന് എവിടെയെങ്കിലും അതെഴുതിയ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് പരിശോധിച്ച് നടന്നു നീങ്ങിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ച ഒരു വരിയെക്കുറിച്ച് എറണാകുളത്തിൽ പല പ്രഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംഭവ വ്യാഴഗ്രഹം ഡെൽറ്റ കാൻഡ്രി എന്ന പൂയം നക്ഷത്രത്തെ മറച്ചതിനു ശേഷം ഒക്കൾട്ട് ചെയ്തതിനു ശേഷം അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഈ പൂയം നക്ഷത്രം പ്രഥമം ജായമാനം പുതിയതായി ജനിച്ചതുപോലെ തോന്നി. ആ ഒരു സംഭവം 10ാം മണ്ഡലത്തിലെ വരികളിൽ നിന്നെടുത്ത് ഏത് കാലഘട്ടത്തിലായിരിക്കാം വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറിച്ചത് എന്ന് കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ച് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ സമയം BC 4275 പ്ലസ് ഓർ മൈനസ് 75 വർഷം. അതായത് ഏതാണ്ട് വ്യാവഹാരിക സംസ്കൃതമായ 10ാം മണ്ഡലത്തിന് എഴുതിയിരിക്കുന്ന ഈ വരി ഈ പൂയം നക്ഷത്രത്തെ വ്യാഴഗ്രഹം മറയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് എഴുതിയത് എങ്കിൽ അത് സംഭവിച്ചിരിക്കുന്നത് 6300 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ പ്രാകൃത സംസ്കൃതമായ അഗ്നിവീലേ പുരോഹിതം യജ്ഞസ്യ ദൈവപത്മിജം ഓടാഹാരം രത്നദാതാമം അഗ്നിപൂർവേഭ്യോ നൂതനൈവൃത എന്ന ആരാധ്യനായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഋഗ്വേദത്തിലെ ആദ്യത്തെ വരിയുടെ അർത്ഥം വള്ളിക്കാവിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളോട് നിങ്ങൾ അഗ്നിയാണെന്ന് പറയാൻ ഉപയോഗിച്ച ആ ഋഗ്വേദത്തിലെ ആദ്യ വരികളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് എഴുതിയത് 1000 വർഷം മുമ്പിലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 7000 വർഷം മുമ്പില് ഋഗ്വേദത്തിന്റെ തുടക്കം എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേണം സംസ്കൃത പദങ്ങളുടെ, സംസ്കൃത അക്ഷരങ്ങളുടെ, സംസ്കൃത ചിന്താധാരകളുടെ വികാസം. അത് എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ. അത് സംസ്കൃതത്തിന്റെ ചരിത്രത്തിന്റെ ആരംഭമാണെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ AK വിശ്വാസും പ്രൊഫസർ BK വിശ്വാസും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജി പ്രൊഫസർമാരുടെ മുമ്പിന് ഭഗവാനുടെയിലും കരിബംഗാളിലും അതുപോലെ തന്നെ മെഹർഗറിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ചെമ്പിന്റെയും ബ്രാസിന്റെയും ബ്രോൺസിന്റെയും പീസുകളുടെ ആദ്യ സാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് BC 8725. BC 8000-നപ്പുറം പോകുമ്പോൾ അല്പമാഹ്ലാദത്തോടുകൂടി ആ BC 8000-ഉം AD 2000-ഉം ചേർത്ത് ഒരു 10 സഹസ്രാബ്ദത്തിലെ പരിചയസമ്പന്നമായ സംസ്കൃതിയാണ് ഭാരതത്തിലുള്ളത് ഇന്നും സജീവമായിട്ട് എന്ന് ആരാധ്യനായ MGS മേനോന്റെ 2ാം ഭാഗം പറഞ്ഞതിൽ നിന്ന് എനിക്ക് ആഹ്ലാദം തോന്നുന്നത് ഈ സംസ്കൃതി എന്നും ജീവിച്ചിരിക്കുന്നു.